ഓക്ക് സ്ട്രീറ്റ് അമേരിക്കയിലെ ഒരു ചെറിയ നെയ്ബർഹുഡാണ്. അവിടെയാണ് ഡെനിസിൻ്റെ ഫാമിലി താമസിക്കുന്നത്. ഡെനിസും ഹസ്ബൻഡായ ഗ്രെഗും മക്കളായ ഓഡറിയും ബ്രയാനും. അവരുടെ ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം രാത്രി ബ്രയാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് അവൻ എണീക്കുന്നു. വെളിയിട്ട് നോക്കുന്ന അവൻ കാണുന്നത് ഒരു വലിയ വെളിച്ചമാണ്. എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്നാൽ മറ്റാരും അത് കാണുന്നില്ല. തൊട്ടടുത്ത ദിവസം എല്ലാവർക്കും ഇതേ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. തുടർന്ന് ആ നെയ്ബർഹുഡിലേക്ക് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാകുന്നു. ഡൈനോസേഴ്സ് വരുന്നു, പ്രീഹിസ്റ്റോറിക് അനിമൽസ് വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നീടാണ് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ദ എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഡെനിസിൻ്റെ ക്യാരക്ടറിൽ വരുന്നത് ഹാത്വേ ആണ്. പിന്നെ ഗ്രെഗിൻ്റെ ക്യാരക്ടറിൽ വരുന്നത് ഇവൻ മെഗ്രോവറാണ്. നല്ല പെർഫോമൻസാണ് ഈ ലീഡ് ആക്ടേഴ്സിൻ്റെ എല്ലാം. പ്രത്യേകിച്ച് പയ്യനായിട്ട് വരുന്ന ആക്ടറിൻ്റെ പെർഫോമൻസും വളരെ നല്ലതാണ്. സൗണ്ട് എഫക്റ്റ് അന്യായ സൗണ്ട് എഫക്റ്റാണ്. ചില സീനൊക്കെ നമ്മൾ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോകും. അമ്മാതിരിയുള്ള സീനാണ്. കടിച്ച് പിടിച്ചിരുന്ന് കാണുന്ന രീതിയിലുള്ള സസ്പെൻസിലുള്ള സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ ആൾക്ക് വളരെ നല്ലതാണ്. എല്ലാം കൊണ്ടും നമുക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ഏറ്റവും നല്ല സൗണ്ടും വിഷ്വലുള്ള തിയേറ്ററിൽ കണ്ണു അടച്ച് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഒരു ജുറാസിക് പാർക്ക് ഫീലൊക്കെ തരുന്ന, അതുപോലൊരു കൾട്ട് സ്റ്റേറ്റസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു ഫീലൊക്കെ തരുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വൈറ്റ് ബോർഡ് സ്റ്റോറീസിൻ്റെ റിവ്യൂ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ചിത്രം വരയ്ക്കും. ബൈ.